ഇവിടത്തെ പള്ളിയിൽ ഒരു ദിവസം വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ദിവസമുണ്ടല്ലോ. ഈ വഅദ് പറയുന്ന ഞാനെങ്ങാടും ഇന്ന് ഇവിടെ വെച്ച് മരണപ്പെട്ടു പോയാ, പടച്ചവനെ എന്റെ ജനാസ ആരെങ്കിലും എന്റെ നാട്ടിലൊന്ന് കൊണ്ടുപോകുമല്ലോ. കാത്തിരിക്കുന്ന ഉമ്മയും പ്രിയപ്പെട്ട ഭാര്യയും എന്റെ 3 മക്കളും അല്ലാഹുവേ കൂടപ്പിറപ്പുകളുടെ മുന്നിലേക്ക് എന്നെ കൊണ്ടുപോയി മലർത്തി കിടത്തുമല്ലോ. അല്ലാ, എന്റെ മുഖം ഇങ്ങനെ തുണി കൊണ്ട് മറച്ചിട്ടിരിക്കുകയാ. അന്ന് റബ്ബേ എന്റെ ഉമ്മ കരയുകയാണ്. എന്നെ ഗർഭം ചുമന്ന് എന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, ഉമ്മയല്ലേ ഏറ്റവും കൂടുതൽ കരയുന്നത്. സമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്നാ പൊന്നേ. സ്വന്തം മക്കളെ വെള്ള തുണിയിൽ പുതച്ചു കിടത്തുമ്പോ ഉമ്മ കരയുകയാ, വാപ്പ തളർന്നു കിടന്ന് കരയുകയാണ്. ഭാര്യ കരയുന്നുണ്ട്, മക്കള് കരയുന്നുണ്ട്, കൂടപ്പിറപ്പ് കരയുന്നുണ്ട്, കുടുംബക്കാര് കരയുന്നുണ്ട്. അല്ലാഹുവേ, എല്ലാവരും കരയുമ്പോ ആ വെള്ള തുണിയുടെ അടിയിൽ കിടന്ന് ചിരിക്കണമടാ ചെറുപ്പക്കാരാ. ആ വെള്ള തുണിയുടെ അടിയിൽ കിടന്ന് ചിരിക്കണം. അതിനു വേണ്ടിയാടാ ജീവിക്കേണ്ടത്. ആ വെള്ള തുണിയുടെ അടിയിൽ ഉമ്മ കരയുമ്പോ, ഉപ്പ കരയുമ്പോ, കൂടപ്പിറപ്പും കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും നിന്റെ ജനാസയുടെ മുമ്പിൽ നിന്ന് കരയുമ്പോ കൊച്ചുകുട്ടികളെ തലയുടെ മുകളിലൂടെ തുണിയെടുത്തിങ്ങനെ ഒളിച്ച് കളിക്കുമല്ലോ. അവസാനം കണ്ടുപിടിക്കുമ്പോ അവര് ചിരിക്കുന്ന ഒരു ചിരിയുണ്ടല്ലോ. മോനെ ചിരിക്കണമടാ. ഉമ്മ ഞാൻ കരഞ്ഞ സമയം നിങ്ങൾ ചിരിച്ചില്ലേ? വാപ്പാ ഞാൻ കരഞ്ഞപ്പോ നിങ്ങൾ ചിരിച്ചില്ലേ? ഇബ്ലീസ് പോലും നമ്മളെ നുള്ളി നോവിച്ചിട്ട് നമ്മൾ കരയുന്നത് കണ്ടപ്പോ ചിരിച്ചവരാ. എടാ, മരണ വീട്ടിലിരുന്നിട്ട് ഇബ്ലീസ് കരയണം. മരിക്കുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിച്ചിട്ട് മരിച്ചു കിടക്കുന്ന നിന്റെ മയ്യത്ത് കാണുമ്പോ വീടിനകത്തിരുന്നിട്ട് നെഞ്ചു പൊട്ടിയിട്ട് സാക്ഷാൽ ഇബ്ലീസ് കരയണമടാ. അവനെ കരയിപ്പിച്ചിട്ട് നീ ചിരിക്കണം ചെറുപ്പക്കാരാ. അന്ന് ചിരിക്കാൻ വേണ്ടിയാണ് ജീവിക്കേണ്ടത്. അന്ന് ചിരിക്കാൻ വേണ്ടിയാണ് ജീവിക്കേണ്ടത്. ഇന്ന് ഈ രാത്രി ഈ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് തീരുമാനിച്ചല്ലോ, ഉസ്താദേ അല്ലാഹുവിന്റെ ഖുർആൻ ഓതും ഉസ്താദേ, ഞാൻ അല്ലാഹുവിന്റെ കലാം പാരായണം ചെയ്യും, ആ ഖുർആനിനെ ആദരിക്കും, ആ ഖുർആനിനെ ബഹുമാനിക്കും, ആ ഖുർആൻ ഒന്നുമില്ലാതെ തൊടില്ല, അതിന് നൽകേണ്ട സ്ഥാനം ഞാൻ നൽകും. തീരുമാനിച്ച നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗ്ഗത്തിൽ പോകണമെന്നല്ലല്ലോ. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താ? ഈമാനോടുകൂടി മരിക്കണമെന്നല്ലേ അല്ലാഹു പറഞ്ഞത്. എവിടെ കിടന്നു മരിച്ചാലും യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നീ മുസ്ലിമായിട്ടേ മരിക്കാവൂ, നീ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവൂ. ഇതല്ല പറഞ്ഞതാണ്. ഇതല്ലേ നിനക്ക് വേണ്ടത്? ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം ഇതല്ലേ വാപ്പാ? അസ്റായീൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും കാലിന്റെ വിരൽ മുതൽ റൂഹ് പിടിച്ച് തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കൊണ്ടുവെക്കുമല്ലോ. ആ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ പെങ്ങളെ, പ്രസവത്തിന് മരണവേദനയല്ല, ഞാൻ വെറുതെ പറഞ്ഞതല്ല. പ്രസവിക്കുന്ന സമയം 2 നേഴ്സും 1 ഡോക്ടറും നിന്റെ കൈകാല് പിടിച്ചു വെച്ചു. എങ്കിലും മരണസമയത്ത് റൂഹ് പിടിക്കുന്ന മലക്കിന്റെ എണ്ണം നിനക്കറിയുമോ? 70 മുതൽ 70,000 വരെയാ. 70,000 മലക്കുകള് റൂഹ് പിടിക്കുന്ന സമയത്ത് കയ്യും കാലും പിടിച്ചു വെക്കണമെങ്കിൽ പറമോളെ, ആ മരണത്തിന് എത്ര വലിയ വേദനയാ.
തൊണ്ടക്കുടിയുടെ ഭാഗത്ത് റൂഹ് വന്നു. അസ്റായീൽ ആ റൂഹ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോ നീ ജീവിതത്തിൽ അവസാനമായിട്ട് അല്ലാഹു തന്ന നാവ് കൊണ്ട് നീ പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു. സഅദ് റളിയല്ലാഹു തആല അൻഹു 30ാമത്തെ വയസ്സിലാണ് മുസ്ലിമായത്. 36ാമത്തെ വയസ്സിൽ വഫാത്തായി. 6 കൊല്ലമേ ജീവിച്ചുള്ളൂ. 6 കൊല്ലമേ മുസ്ലിമായി ജീവിച്ചുള്ളൂ. ഈ സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോ ഈ പ്രപഞ്ചം മുഴുവൻ വടക്കി ഭരിക്കുന്ന രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനം കുലുങ്ങുകയാ. അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയടാ ചെറുപ്പക്കാരാ. 40 കൊല്ലം ജീവിച്ചവന്റെ കഥയല്ല, 50 കൊല്ലം ജീവിച്ചവന്റെ കഥയല്ല. 6 കൊല്ലമേ മുസ്ലിമായി ജീവിച്ചുള്ളൂ. ആ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. എല്ലാവരും കരയുകയാണ്, എല്ലാവരും കരയുകയാണ്. സഅദിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ, സഅദിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാ. പടച്ചവനെ കൊതി തോന്നുകയാണ്, കൊതി തോന്നുകയാണ്. അതാ പടച്ചവന് ഈ കാടാമ്പുഴയില് പലരുടെയും മയ്യത്ത് കണ്ടപ്പോ നീ കൊതിച്ചില്ലേ അല്ലാ, എനിക്കും ഇതുപോലെ ഒരു മരണം തരണേ അല്ലാ. വെള്ളിയാഴ്ച പലരെയും ഈ പള്ളിക്കകത്ത് കൊണ്ടുവച്ചപ്പോ കൊതിച്ചു പോയിട്ടില്ലേ ഇതുപോലെ ഒരു മരണം കിട്ടാൻ, ഇതുപോലെ ഒരു മരണം കിട്ടാൻ നീയും ആഗ്രഹിച്ചു പോയിട്ടില്ലേ മനുഷ്യ? എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മരണം വേണോ? എന്റെ പ്രിയപ്പെട്ടവര്, സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ മരിച്ചപ്പോ അവിടത്തെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതിയാൽ കിട്ടുന്ന 1ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നല്ല മരണമാ, നല്ല മരണമാ, കൊതിപ്പിക്കുന്ന മരണമാ. പടച്ചവനെ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന് പടച്ചവനെ അവിടത്തെ ജനാസ കൊണ്ടിറങ്ങുകയാണ്. അവിടത്തെ ജനാസ ചുമന്നുകൊണ്ട് പോകുമ്പോ സ്വഹാബത്ത് പറയുകയാ, മയ്യത്തിന് ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തള്ളവിരൽ കുത്തികെട്ട് നടക്കുകയാണ്. നടക്കാ സ്ഥലമില്ലാതെ പ്രവാചകന് തള്ളവിരൽ കുത്തികെട്ട് നടക്കുകയാണ്. സഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്തേ നബിയേ മയ്യത്തിന് ഭാരമില്ലല്ലോ, അങ്ങ് തള്ളവിരൽ കുത്തികെട്ട് നടക്കുന്നല്ലോ? സഹാബാ, സ്ഥലമില്ല സ്വഹാബ. കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന 2ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? പടച്ചവനെ, നീ മരിക്കുമല്ലോ, നിന്റെ ജനാസ കുളിപ്പിക്കുമല്ലോ, 3 കഷ്ടം വെള്ളത്തുടിയുടെ മുകളിൽ മലർത്തിക്കിടത്തിയിട്ട് മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. ഇങ്ങനെ ഒരു ദിവസം നിന്റെ വീടിനകത്ത് വരുമല്ലോ.
വെള്ളത്തുണിയിൽ പുതപ്പിച്ചു. കാടാമ്പുഴ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന വാഹനത്തിൽ 3 കെട്ടുകൾ കെട്ടി നിന്നെ പൊതിഞ്ഞെടുത്ത് വെക്കുവല്ലോ. ആര് ചുമക്കുവടാ മോനെ? ആരാ ഉപ്പാദിന്റെ മയ്യത്ത് ചുമക്കേണ്ടത്? നിസ്കരിക്കാത്തവനോ, കള്ളു കുടിക്കുന്നവനോ, വ്യഭിചരിക്കുന്നവനോ, പലിശ തിന്നുന്നവനോ, അല്ലാഹനെ ധിക്കരിച്ച് നടക്കുന്നവനോ അല്ല ഉപ്പാ. നീ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയവനാ, അല്ലാഹുവിന്റെ ഖുർആനിനെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചവനാ, അല്ലാഹുവിന്റെ കലാമിനെ നീ ആദരിച്ചവനാ. ഒരുവടോ 70,000 മലക്കുകൾ അല്ലാഹുവിന്റെ സൈന്യം ഇറങ്ങി വരികയാണ്. അല്ലാഹുവേ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. സീരിയൽ കണ്ടിട്ട് നിന്റെ പെമ്മക്കളും നിന്റെ മരുമക്കളും മഗ്രിബ് കഴിഞ്ഞ് TV കണ്ട് സുഖിക്കുമ്പോ അതേ വീടിന്റെ നിസ്കാര റൂമിനകത്തിരുന്ന് ഖുർആൻ ഓതിയത് വെറുതെയല്ല ഉമ്മ. നിനക്ക് തോന്നുന്നുണ്ടോ ഓതിയത് വെറുതെയാണെന്ന്? ഇവളല്ല നിന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത്, ഇവളല്ല നിന്റെ മയ്യത്ത് ചുമക്കേണ്ടത്. അല്ലാഹുവിന്റെ മലക്കുകൾ വരും നിന്നെ ചുമക്കാൻ. നീ സാധാരണ ആളല്ല, നീ സാധാരണ ഒരു പെണ്ണല്ല. റമളാൻ വരുമ്പോ ഖുർആൻ തൊടുന്ന മനുഷ്യനല്ല നീ. എല്ലാ മാസവും ഖുർആൻ ഓതുന്നവനാ, എല്ലാ ദിവസവും ഖുർആൻ ഓതുന്നവനാ. റസൂലുള്ള പറയുന്നു, സഹാബ നടക്കാ സ്ഥലമില്ല സഹാബ. മുള്ളു കാലിവെള്ള തള്ളവെള്ള കുത്തിയിട്ടാണ് മുത്തുനബി നടന്നത്. നിങ്ങളെ ചരിത്രം എടുത്ത് നോക്ക്. ഖബറ് കുഴിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ മണ്ണിനു വല്ലാത്ത സുഗന്ധമാ, മണ്ണിനു വല്ലാത്ത സുഗന്ധം. ഖബറ് കുഴിച്ചടിയിലേക്ക് പോകുമ്പോ മണ്ണിനു വല്ലാത്ത സുഗന്ധം. ഖബറിനടിയിൽ നിന്ന് മണ്ണ് തുടച്ചെടുക്കുകയാണ്. ഒരു പിടി മണ്ണാരും കാണാതെ മടിയിൽ വെച്ചു ഖബറടക്കി. വീട്ടിൽ ചെല്ലുമ്പോ സുഗന്ധമാ, കസ്തൂരിയെ പോലെ സുഗന്ധമാണ്. ഈ ഖബറ് കുടിച്ച മനുഷ്യനുണ്ടല്ലോ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കാണുകയാ. സഅദ് തങ്ങളെ സ്വപ്നം കാണുകയാ. അവിടെ നിന്ന് ചോദിച്ചു, സഅദേ ഇത്രയും വലിയ പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്താ? എന്ത് നന്മ ചെയ്തതിന്റെ പേരിലാ? എന്ത് നന്മ ചെയ്തതിന്റെ പേരിലാ? സഅദ് തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ ഓതിയ ഖുർആനും ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന് അല്ലാഹു തന്ന പ്രതിഫലവാ. ഞാൻ ഓതിയ ഖുർആൻ, ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പ്, അതിന് പകരം അല്ല എനിക്ക് തന്ന പ്രതിഫലമാ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ഉപകാരപ്പെടണമല്ലോ. അതുകൊണ്ട് ഖുർആനിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചോ. ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് സൂറത്ത്, ഏതെങ്കിലും ഒരു സൂറത്ത്, ഏതെങ്കിലും ഒരു ആയത്ത്, ഇനി ഒന്നും ഓതിയില്ലെങ്കിലും അല്ലാഹുവിന്റെ ഖുർആനെങ്കിലും ഒന്ന് കൈകൊണ്ടെടുത്തൊന്ന് ചുംബിക്കുവാപ്പാ. നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമല്ലോ. ഇല്ലെങ്കിലോ ഖാല റബ്ബി ലിമ ഹസർതനി അമാ ഫഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും അല്ലാഹു ഇടുക്കമാക്കുകയാണ്. ഖസ്റത് ദുനിയാ വൽ ആഖിറ. നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് അവഗണിച്ച് നടക്കുന്ന മനുഷ്യ, فما لهم من التذكرة معرضين كأنهم حمر مستنفرة. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹു
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു അവിടെന്ന് പറയുകയാ, കഴുതയോട് നിന്നെ ഉപമിക്കുകയാണ്. എടോ, കഴുതയെ പോലെ ആയി പോയല്ലോ, നീ എന്തേ ഇങ്ങനെയായി പോയത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോ, അതിനെ നിസാരമാക്കി തള്ളുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഉപമിച്ചത് കഴുതയോടാ. എന്റെ പ്രിയപ്പെട്ടവരെ, കഴുതയെ പോലെ മസലുഹും കമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറാ. മറ്റൊരു ഭാഗത്ത് അല്ലാഹു ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ നിങ്ങളുടെ പരിഗണിക്കണേ. നാലാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഫഇന്നഅറളൂ ഫഖുൽ അൻദർതുകും സായികതൻ മിസ്ല സായികതി ആദി വസമൂദ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ അവഗണിക്കുമ്പോ, അതിനെ പരിഗണിക്കാതെ വരുമ്പോ, അതിനെ നിന്ദിക്കുമ്പോ, പടച്ചവനെ, അതാ നിന്റെ മുൻഗാമികൾക്ക് വന്ന് സംഭവിച്ചതുപോലെയുള്ള ദുരന്തങ്ങളുണ്ടല്ലോ, അദാബുകളുണ്ടല്ലോ. പടച്ചവനെ, നമ്മൾക്കറിയുമല്ലോ. പടച്ചവനെ, മൂസാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയമുണ്ടായല്ലോ. പടച്ചവനെ, സുനാമി വന്നില്ലേ, കൊടുങ്കാറ്റ് വന്നില്ലേ, ഭൂമി കുലുക്കം വന്നില്ലേ, ഉരുൾപൊട്ടലുണ്ടായില്ലേ, വെള്ളപ്പൊക്കമുണ്ടായില്ലേ, കൊറോണ വന്നില്ലേ, നിപ വന്നില്ലേ, പന്നിപ്പനി വന്നില്ലേ, പടച്ചവനെ, കൊരങ്ങുപനി വന്നില്ലേ? ഇതൊക്കെ കേട്ടറിവെങ്കിലും നിങ്ങൾക്കുണ്ടോ? ഇതൊക്കെ കേട്ടറിവുകൾ നമുക്കുണ്ടോ? പടച്ചവനെ, അല്ലാഹുവിന്റെ ശിക്ഷകൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി തേടി വരികയാ. ആണ്ട് നടത്തുന്നത് പോലെ വെള്ളപ്പൊക്കത്തിന്റെ വാർഷികം വരികയാണ്. ഓരോ വർഷവും വെള്ളപ്പൊക്കമുണ്ടാവുകയാണ്. ഒരിക്കലും വെള്ളപ്പൊക്കമുണ്ടാകാത്ത സ്ഥലം ഉസ്താദേ കടലില്ല, പുഴയില്ല. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ നാട്ടിൽ വെള്ളമുണ്ടാകില്ല. കാരണം നദികളില്ലല്ലോ, അല്ലെങ്കിൽ കടലില്ലല്ലോ. പടച്ചവനെ, ഒരിക്കലും വെള്ളമുണ്ടാകില്ല എന്ന് കരുതിയ നാടുകൾ വെള്ളത്തിൽ മുങ്ങിയില്ലേ, ഉരുൾപൊട്ടലുണ്ടായില്ലേ. റമളാൻ മാസത്തിലും പെരുന്നാൾ ദിവസത്തിലും താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ വീടിങ്ങനെ ഒഴുകിപ്പോയില്ലേ. പള്ളിയുടെ കബർസാലുകൾ പോലും ഒഴുകിപ്പോയില്ലേ. പടച്ചവനെ, വർഷങ്ങളോളം ഇന്നും നമുക്ക് പേടിയാ. ഇന്നും നമുക്ക് ധൈര്യത്തിൽ 4 പേര് കൂടുന്നവരുടെ സ്ഥലത്ത് പോകാ പേടിയാ. പടച്ചവനെ, കൊറോണ എന്ന് പറയുന്ന ഒരു രോഗം വന്നപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും അഹങ്കരിച്ചല്ലോ. അതാ ശാസ്ത്രം അങ്ങനെ വല്ലാതെ വളർന്നു പോയപ്പോ, മനുഷ്യൻ വല്ലാതെ വളർന്നുപോയി. സർവ്വതും ഞങ്ങളുടെ കൈപ്പിടിയിലാണ്, ഞങ്ങളെ വലിയവരാണെന്ന് പലരും അഹങ്കരിച്ചപ്പോ, എടോ, അല്ലാഹു ഒറ്റ നിമിഷം കൊണ്ട് കാണിച്ചു തന്നോ, നീയൊക്കെ എന്റെ മുന്നിൽ ഒന്നുമല്ലടാ, നീയൊക്കെ വെറും നിസാരനാട്. പടച്ചവരെ, ചന്ദ്രനിലേക്കും സൂര്യനിലേക്കും ആകാശത്തേക്ക് സാധനങ്ങൾ വിടുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, സർവ്വതും ഞങ്ങൾക്കറിയാ, ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്, ഞങ്ങളുടെ കയ്യിൽ സർവ്വതമുണ്ടെന്ന് പറഞ്ഞ് ലോകാഷ്ടങ്ങൾ അഹങ്കരിച്ചപ്പോ, അല്ലാഹു കാണിച്ചു കൊടുത്തു, നീയൊക്കെ എന്റെ മുന്നിൽ ഒന്നുമല്ലടാ. അല്ലാഹു കാണിച്ചു തന്നില്ലേ? പടച്ചവനെ, ഞങ്ങളൊക്കെ വലിയവരാണെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിലിരുന്നാൽ, കേരളത്തിൽ ഈ നാട്ടിൽ നടക്കുന്ന കാര്യം വരെ ഞങ്ങളുടെ നാട്ടിലിരുന്നാൽ ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞ പല രാജ്യങ്ങളുണ്ടായിരുന്നു. അല്ലാഹു കാണിച്ചു തന്നു, ഒരൊറ്റ വൈറസ് കൊണ്ട് നീയൊന്നും ഒന്നുമല്ലടാ എന്ന് ഒരൊറ്റ കൊറോണ കൊണ്ട് പടച്ച റബ്ബ് കാണിച്ചു തന്നു നമുക്ക്. ഞാൻ റബ്ബും നീയൊക്കെ എൻ്റെ അടിമയാണെന്ന് അല്ലാഹു കാണിച്ചു തന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 1, 2 ആണ്ട് നടത്തുന്നത് പോലല്ലേ വന്നേ? ആണ്ട് നടത്തുന്നത് പോലെ 1, 2, 3 ഇങ്ങനെ വന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷാവർഷം വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, ഇപ്പൊ അവസാനം വരുമ്പോ പന്നിപ്പനിയും ഇനി എന്തെല്ലാം പനി വരാൻ കിടക്കുന്നു. എന്തേ കാരണം? അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ? നമുക്ക് അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ? എടോ, വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ, ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോ, എവിടെയെങ്കിലും ഇട്ടിരുന്ന വസ്ത്രവും കിട്ടി വല്ലവനും കൊണ്ടുതരുന്ന ഭക്ഷണവും കഴിച്ച് പടച്ചവനെ ഇരുന്നിരുന്നൊരു നാളുണ്ടായിരുന്നു. നമ്മളൊക്കെ വിചാരിച്ചു നന്നായെന്ന്, നമ്മൾ വിചാരിച്ചു എല്ലാരും നന്നായെന്ന്. അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞപ്പം വീണ്ടും തുടങ്ങിയില്ലേ അഹങ്കാരം.
എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ ആയത്തുകൾ നിങ്ങൾ പരിഗണിക്കാതെ വരുമ്പോ അള്ളാഹു നിങ്ങൾക്ക് അദാബുകൾ ഇറക്കിത്തരും, ഒന്നിനു പുറകെ ഒന്നൊന്നായി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതാണ് ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട്? ഇതൊക്കെ എന്തേ സഹോദര, എന്തേ നമ്മൾ ചിന്തിക്കുക? എന്തെല്ലാം ദുരന്തങ്ങൾ പടച്ചവന്. നമ്മളൊന്നും നിഭ എന്ന് പറയുന്ന രോഗം, വവ്വാലിനെ കുറെ കാലം കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നു. പണ്ടില്ലേ എടോ, മയ്യത്ത് പോലും ഒന്ന് കാണാൻ പറ്റിയോ? ഉമ്മ മരിച്ചപ്പോ ഒന്ന് കുളിപ്പിക്കാൻ, ഒന്ന് അടുത്തു പോയി നിൽക്കാൻ, ആ മയ്യത്തൊന്ന് താങ്ങിയെടുത്ത് ഉപ്പയ്ക്കൊരു ചുംബനം കൊടുത്ത് കബറിലേക്ക് ഇറക്കി വെച്ച് ഒരു പിടി മണ്ണ് വാരി വെക്കാൻ നിന്നെ കൊണ്ട് പറ്റിയോ? അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ നല്ലതുപോലെ കുളിപ്പിക്കാൻ പോലും കഴിയാതെ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ടുവന്ന് വലിയ JCB കൊണ്ടുവന്ന് കുഴിയെടുത്തിട്ട് കെട്ടിയിറക്കുന്ന അവസ്ഥ വന്നില്ലേ? സ്വന്തം ഉപ്പയുടെ മയ്യത്തിങ്ങനെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് മാറി നിന്ന് കാണേണ്ട അവസ്ഥ. ഇങ്ങനെയും വലിയ അദാബുകൾ അള്ളാഹു തന്നിട്ട് പോലും എനിക്കും നിങ്ങൾക്കും മാറ്റമില്ല, നന്നാകണമെന്ന് തോന്നുന്നില്ല, അഹങ്കാരത്തിനൊരു കുറവുമില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആനിന്റെ ആയത്തുകൾ നിസാരമാക്കിയാൽ അള്ളാഹു തരുന്ന 4ാമത്തെ ശിക്ഷ, നിന്നെ തേടി അദാബുകൾ കടന്നു വരും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 ഒന്നുകൂടെ ഇൻഷാ അല്ലാഹ്. എന്താപ്പാ മടുത്ത നിർത്തണോ? നിസ്കരിക്കുന്ന സമയം, നിസ്കരിക്കുന്നതിനെക്കാളും വലിയ പുണ്യമുണ്ടോ? നിസ്കരിക്കുന്ന സമയം ഉസ്താദന്മാര് ചെറിയ സൂറത്ത് ഓതിയിട്ട് വേണം നിസ്കരിക്കാൻ. നിസ്കരിക്കുന്ന സമയം ഉസ്താദന്മാര് ചെറിയ സൂറത്ത് ഓതിയിട്ട് വേണം നിസ്കരിക്കാൻ. കാരണം എന്തേ? ഉസ്താദിന്റെ പുറകിൽ പ്രായമുള്ളവരുണ്ട്, രോഗികളുണ്ട്, പല അത്യാവശ്യക്കാരുണ്ട്, യാത്രക്കാരുണ്ട്. നിസ്കരിക്കുന്ന സമയം അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിസ്കരിക്കുന്ന സമയത്ത് പോലും തന്റെ പുറകിൽ നിൽക്കുന്നവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ടാണ് ചെറിയ സൂറത്ത് ഓതാൻ പറഞ്ഞേ. വയല് കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ വയല് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ? പാടില്ല. അതുകൊണ്ട് എന്താ മടുത്ത പറയണോ നിർത്തണോ? പറയണം. അപ്പൊ എല്ലാരും എഴുന്നേറ്റ്. ഇതിലെ പ്രസവ വാർഡില് പെണ്ണുങ്ങള് കാലും കയ്യും നീട്ടി വെട്ടിയിട്ടതുപോലെ കടപ്പുറത്ത് സായിപ്പ് കിടക്കണ പോലെ എഴുന്നേറ്റല്ല ഒന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറഞ്ഞേ. എല്ലാവരും ഒന്ന് എഴുന്നേക്കട അങ്ങന്മാരെ, എല്ലാവരും എഴുന്നേറ്റ്. എല്ലാവരും പരസ്പരം തന്റെ അടുത്ത് നിൽക്കുന്ന ആളുടെ കയ്യിൽ പിടിച്ചിട്ടൊരു സലാം പറഞ്ഞ്. ചിരിക്കൊന്നും വേണ്ട. പ്രതിഫലം പറയുമ്പോ പറയാത്തതിന്റെ പേരിൽ നീ ദുഃഖിക്കേണ്ടി വരും. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ചങ്ങാതിയുടെ കയ്യിൽ പിടിച്ചിട്ട് പേര് ചോദിച്ചിട്ട് സലാം പറഞ്ഞു പരിചയപ്പെട്, നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ടെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ പരിചയപ്പെടുമ്പോ ഓർമ്മ വേണം. അങ്ങനെ പരിചയപ്പെടും. സലാം പറഞ്ഞോ? പെണ്ണുങ്ങളൊക്കെ പറഞ്ഞോ? അടുത്ത് നിൽക്കേണ്ടത് എന്റെ അയൽവാസിയാ അല്ലാ, അവളോട് എങ്ങനെ സലാം പറയും? പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. എന്താ പ്രയോജനം എന്നറിയോ? പരിചയപ്പെടണം സഹോദര. ഈ പരിചയപ്പെടൽ നിനക്ക് ഉപകാരപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാളെ നരകത്തിൽ ഒരാൾ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ അള്ളാഹു ചോദിക്കും, നിനക്ക് എന്താടാ ഒരു സന്തോഷമില്ലാത്ത? അള്ളാഹുവേ, എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, വയലിന്റെ സദസ്സിൽ വെച്ച് പരിചയപ്പെട്ടതാ, പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോ പരിചയപ്പെട്ടതാ, ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. പടച്ചവനെ, ഓ നരകത്തിലും ഞാൻ സ്വർഗത്തിലായിപ്പോയി, അവൻ നരകത്തിൽ കിടക്കുമ്പോ ഞാൻ എങ്ങനാ അള്ളാഹ് സന്തോഷിക്കുക? അള്ളാഹു ചോദിക്കും, നിനക്ക് അവൻ അത്ര ഇഷ്ടമാണോ പടച്ചവനെ? എങ്കിൽ പോയി വിളിച്ചോണ്ട് വാടാ, എങ്കിലും നീ പോയി വിളിച്ചുകൊണ്ട് വാടാ. നരകത്തിൽ കിടക്കുന്ന കൂട്ടുകാരനെ അവൻ കയ്യിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചിലപ്പോ ഈ സലാം പറഞ്ഞത്, ഈ കൈ പിടിച്ചത് നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അള്ളാഹു അങ്ങനെയുള്ള ബന്ധമാക്കി തരുമാറാകട്ടെ. ഇനി നല്ലതുപോലെ ഒന്ന് സലാം പറഞ്ഞ് പരിചയപ്പെട്ടെ. ഇനി സലാം പറഞ്ഞ് പരിചയപ്പെട്, ഉപകാരം ഉണ്ടാവും. ഓ വേണ്ട ഉസ്താദ്, ഇവന്റെ കൈ പിടിച്ചിട്ട് എനിക്ക് സ്വർഗത്തിൽ പോണ്ട. അത് നാളെ അറിയാം. ആരാ ഉപകാരപ്പെടുന്നതെന്ന് അറിയില്ലല്ലോ. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? പോരാ, സുഖമല്ലേ?
മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു. യാ ഫുലാൻ, ചങ്ങാതി, എന്തുണ്ട് വിശേഷം? നബി തങ്ങൾ ചോദിക്കുക. ആ ചെറുപ്പക്കാരനോട് ചോദിച്ച് എന്താണ് വിശേഷമെന്ന്. അൽഹംദുലില്ലാ, റാഹത്താണ് നബിയെ, അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് നബിയനാ റസൂലുള്ളാഹി. രണ്ടാമതൊരു ചങ്ങാതി കയറി വന്നു. നബി തങ്ങൾ അദ്ദേഹത്തോടും ചോദിച്ചു, എന്തുണ്ട് ചങ്ങാതി വിശേഷം? സുഖമാണ് നബിയെ. നബി തങ്ങൾ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം പറഞ്ഞു ഖൈർ. നബി തങ്ങൾ ഒന്നും മിണ്ടിയില്ല. എനിക്ക് ദുആയില്ലേ നബിയെ എന്ന് ചോദിച്ചേ. എനിക്ക് ദുആയില്ലേ? ആദ്യം വന്ന ആൾക്ക് എനിക്ക് ദുആയില്ലേ? നീ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയനാ റസൂലുള്ളാഹി. ഇനി പറ സുഖമാണോ? ഇനി പറ സുഖമാണോ? അപ്പൊ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്ന് പഠിച്ചു? എന്ത് പറയണമെന്ന് പഠിച്ചു? അൽഹംദുലില്ലാ, റാഹത്താണെന്ന് പറയാ. അൽഹംദുലില്ലാ, സുഖമാണെന്ന് പറയാ. അപ്പൊ അള്ളാഹു നിലനിർത്തി തരുവാ സുഖം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ഇരുന്ന് പറഞ്ഞോട്ടെ. ഇരുന്ന് പറഞ്ഞോട്ടെ. തങ്ങൾ അഞ്ചാമത്തെ ശിക്ഷ കേൾക്കണോ? അഞ്ചാമത്തെ ശിക്ഷ എന്താ? അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകളാണ് ഓതുന്നത്, ഖുർആനാണ് പറയുന്നത്. ഒറ്റ ഹദീസ് പോലും ഞാൻ ഇതുവരെ പറഞ്ഞില്ല. അഞ്ചാമത്തെ ആയത്തേത്? അള്ളാഹു പറയുകയാ, എന്റെ ഖുർആൻ നിനക്ക് നിസാരമായി പോയില്ലേ? നീ അതിനെ പരിഹസിക്കുകയല്ലേ? നീ അതിനെ കളിയാക്കുകയല്ലേ? നീ അതിനെ നിസാരമാക്കുകയല്ലേ? അതിന് അല്ലാഹു തരുന്ന അഞ്ചാമത്തെ ശിക്ഷ, അല്ലാഹു നിന്റെ ദുനിയാവ് ഇടുക്കമാക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിന്റെ ജീവിതം അല്ലാഹു ഇടുക്കമാക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പഴയതുപോലെ പൈസ കൊണ്ടോ കാക്കാമാരെ? ഇല്ല. പഴയതുപോലെ നല്ല കച്ചവടം ഉണ്ടായിരുന്ന കടയാ ഉസ്താദെ, എന്തു പറ്റിയെന്ന് അറിയുന്നില്ല, കച്ചവടം ഇല്ല. പഴയതുപോലെ സമ്പത്തില്ല, സമാധാനമില്ല. ഉണ്ടോ? സമാധാനം ഉണ്ടോ? വയല് വെക്കാൻ വന്നതല്ല, സമാധാനം കിട്ടാൻ വേണ്ടി ദുആയിൽ പങ്കെടുക്കാൻ വന്നതാ. ലക്ഷങ്ങൾ ചെലവഴിച്ച് വീട് വെച്ചിട്ടുണ്ട്, സമാധാനമില്ല. ലക്ഷങ്ങൾ ചെലവഴിച്ചു വീട് വെച്ചു, വല്ല പ്രയോജനമുണ്ടോ? പടച്ചവനെ, കോടികൾ ചെലവഴിച്ചു വീട് വെച്ച് AC റൂമും ഡബിൾ കോട്ട് കട്ടിലും അലങ്കാര ലൈറ്റുകളും AC-യും, പടച്ചവനെ 5 സ്റ്റാർ ഹോട്ടൽ തോറ്റുപോകും. മനോഹരമായ കൊട്ടാരം പണിതിട്ടിട്ടുണ്ട്. ഉറങ്ങാൻ പറ്റുന്നുണ്ടോ ചങ്ങാതിമാരെ? ഇല്ലല്ലോ. പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. മട്ടൻ മന്തി, മഹദി, ഷവായി, തന്തൂരി, അൽഫഹം, എന്തൊക്കെ പേരല്ല. നെഹദിയും മഹദിയൊക്കെ തിന്നിട്ടും നിറയുന്നുണ്ടോ വയറ്? ഇല്ല ഉസ്താദേ. എടോ, സുന്ദരിയായ ഒരു പെണ്ണിനെ മഹർ കടിച്ച് വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ടല്ലോ. എന്തിനാ ചങ്ങാതി കണ്ടവന്റെ ഭാര്യയെ നോക്കുന്നത്? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സുന്ദരിയായ ഭാര്യ വീട്ടിലുണ്ടായിട്ട് നീ കണ്ടവന്റെ ഭാര്യ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുക ഹൂറില്ലീങ്ങളെ കാണാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദര, കണ്ണിന് കുളിർമ. വീട്ടിൽ 3 4 മക്കളുണ്ടല്ലോ, ആ മക്കളുടെ മുഖത്ത് നോക്കിയാൽ കിട്ടുമല്ലോ സമാധാനം. നിനക്കൊണ്ടോ? ഇല്ല. വീട്ടിൽ കേറിയ ബദർ യുദ്ധവാ, കീരിയും പാമ്പിനെ പോലെ ഭാര്യയും ഭർത്താവും അടി ബഹളം. സമാധാനമില്ല, സന്തോഷമില്ല, തികയുന്നില്ല. നിനക്കല്ല നിന്റെ ജീവിതം ചിന്തിക്ക്. ഞാൻ ഇന്നും പള്ളിയിൽ പ്രസംഗിച്ചതാ. ഇന്ന് ജീവിതം ഞാനിങ്ങനെ ആലോചിച്ചു നോക്കി, പടച്ചോനെ, ആർക്കും സമയമില്ല. സമയം ആർക്കുമില്ല. എന്തിന്? നിസ്കരിക്കാനല്ല, ഖുർആൻ ഓതാനല്ല, സ്വന്തം ഭക്ഷണം കഴിക്കാൻ സമയമുണ്ട് നിനക്ക്. നേരത്തെ കാലത്ത് സമയത്ത് ഭക്ഷണം കഴിക്കണം എത്ര പേരുണ്ടോ? സമയത്ത് ഭക്ഷണം. രാവിലെ 7:30 മുമ്പ് കാപ്പി കുടിക്കുന്നവർ, ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുന്നവർ, വൈകുന്നേരം 8 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുന്നവർ എത്ര പേരുണ്ടോ? സമയമുണ്ടോ തിന്നാൻ? നിനക്ക് തോന്നുമ്പോഴല്ല തിന്നേണ്ടത്, തിന്നുന്നതിന് സമയമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. സമയത്ത് ഭക്ഷണം കഴിക്കാൻ സമയമുണ്ടോ? ഇല്ല. ഉറങ്ങാൻ സമയമുണ്ടോ? ഇല്ല. കെട്ടിയ പെണ്ണിന്റെ കൂടെ കിടക്കാൻ സമയമുണ്ടോ? ഇല്ല. സ്വന്തം മക്കളെ സ്നേഹിക്കാൻ സമയമുണ്ടോ? ഇല്ല. പിന്നെ നീ എന്തിനാ ജീവിക്കുന്നേ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒന്നിനുമില്ല. ഒറ്റ വർത്തമാനം, ഒറ്റ മറുപടി, ബിസി ബിസി ബിസി. എന്ത് ചോദിച്ചാലും ബിസി.
അതിപ്പോ ഒരു ഫാഷനായി മാറിയിരിക്കുക. അളിയ തിരക്കാളിയ തിരക്കാളിയ തിരക്കാളിയ, തിരക്കല്ലടാ, അല്ല നിനക്ക് തന്നിരിക്കുന്ന ശിക്ഷയാണെന്ന് നബിയിനാ റസൂലുള്ളാഹി. അത് നിനക്ക് അല്ല തന്നിരിക്കുന്ന ശിക്ഷയാ. തിന്നാനും ഉറങ്ങാനും സുഖിക്കാനും സമയമില്ല, ഒന്നിനും സമയമില്ല. അത് അല്ല നിനക്ക് തന്നിരിക്കുന്ന 8ന്റെ പണിയാ. ആദ്യം അത് നീ മനസ്സിലാക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തുകൊണ്ട് നമ്മുടെ വീടിന്റെ അകത്ത് സമാധാനമില്ല? സമാധാനമില്ലാത്തതിന്റെ കാരണം ഞാൻ പറയാം. എന്തുകൊണ്ടാണ് നമ്മുടെ വീടിന്റെ അകത്ത് സമാധാനമില്ലാത്തത്, സന്തോഷമില്ലാത്തത്, റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യം നമ്മുടെ വീടിനകത്ത് ഇല്ലാത്തത് എന്തുകൊണ്ടാ? അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ വീടിനകത്ത് സമാധാനമില്ലാത്തത്? ഭാര്യയും ഭർത്താവും ഒരു പുതപ്പിന്റെ കീഴിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്നുണ്ട്. മനസ്സുകൾ രണ്ടും രണ്ട്. ഒരു ഉമ്മയുടെ വയറ്റിൽ കിടന്ന മക്കള് രണ്ടുപേരും കീരിയും പാമ്പിനെ പോലെ തല്ലുക. നിങ്ങൾ കൂടപ്പുറപ്പല്ലേടാ, എന്താടാ ഇങ്ങനെ ആയിപ്പോയെ? സ്വന്തം ഉമ്മ തന്നെ ചോദിക്കുന്നു. ശത്രുക്കളെ പോലെ. എന്തേതിന്റെ കാരണം? നമ്മുടെ വീടിന്റെ അകത്ത് സന്തോഷവും സമാധാനവും നഷ്ടപ്പെടാനുള്ള കാരണം എന്താ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ? പൈസ വല്ലതും വേണോ? വേണ്ട, ഞാൻ പറഞ്ഞു തരാം. നിന്റെയൊക്കെ വീടിന്റെ അകത്ത് സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടു പോയതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്തേ കാരണം? കന്നിമൂല ആണോ? കന്നിമൂലയാണോ പ്രശ്നം? ബാത്റൂം അവിടെ വന്നതാണോ പ്രശ്നം? വാതിലിങ്ങോട്ട് വന്നതാണോ പ്രശ്നം? അത് മാത്രമല്ല പ്രശ്നം. ഇപ്പൊ എല്ലാം പ്രശ്നം അതാ. എല്ലാവർക്കും ഇപ്പൊ അങ്ങനെ ഒരു ചിന്തയായി പോയി. ഇതൊന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, കന്നിമൂല ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടാ. കന്നിമൂല ഉണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ ചിലരങ്ങനെ ആയിപ്പോയി. ഇപ്പൊ എല്ലാം മാർക്കറ്റിംഗ് ആയിപ്പോയി, ഓൺലൈൻ ആയിപ്പോയില്ലേ? അതുകൊണ്ട് അതൊന്നും അല്ലടോ വിഷയം. മർമ്മപ്രധാനമായ കാര്യം 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയുന്നുണ്ട്. 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയുന്നുണ്ട്. ആ കണ്ണുനീര് നിങ്ങൾക്ക് ശാപമാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ശാപം കിട്ടിയാ രക്ഷപ്പെടുവോ? ശാപം കിട്ടിയാ രക്ഷപ്പെടുവോ? മാതാപിതാക്കളുടേത്, ഉസ്താദിൻ്റെത്, പ്രായമുള്ളവരുടെതൊക്കെ ഒന്ന് ഇങ്ങനെ കിട്ടുമ്പോ ചിലരൊക്കെ പറഞ്ഞ അറം പറ്റും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ശാപം കിട്ടിയാ രക്ഷപ്പെടുമോ? രക്ഷപ്പെടൂല. 5 കാര്യങ്ങൾ കരയും. 1, ഈ കാണുന്ന കാടാമ്പുഴ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലാതെ വന്ന ഈ പള്ളി തേങ്ങും. ഈ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ ഈ പള്ളി കരയും. ഈ പള്ളി കരഞ്ഞാൽ ഈ മഹല്ലുകാരറിയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. കൊറോണയ്ക്ക് നിസ്കരിക്കാൻ ആളില്ല അല്ലേ? 40 പേര് പൊക്കോ, എന്നിട്ടും ആളില്ല. 40 പേർക്ക് നിസ്കരിക്കാൻ അനുവാദം തന്നു, എന്നിട്ട് ആളുണ്ടോ? ഇല്ല. വരുന്നവനും സാമൂഹിക അകലം പാലിച്ചിട്ട് ഓടുവായിരുന്നു. അറിഞ്ഞില്ലേ? കുറെ കാലം നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. പള്ളി കരഞ്ഞാൽ വീട്ടിലിരുന്നാലും നീ അറിയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 2, നേരെ ഇരുന്നോ, നേരെ ഇരുന്നോ. 2, ഖുർആൻ കരയും. ഖുർആൻ കരയും. എല്ലാവരുടെ വീട്ടിലും ഖുർആനുണ്ട്. ഖുർആനില്ലാത്ത വീടൊന്നുമില്ല. എല്ലാ വീട്ടിലും ഖുർആനുണ്ട്. ചിലത് അലമാരിയുടെ മുകളിൽ, ചിലത് ടിവിയുടെ താഴെ പൊടിയടിച്ച് ചെലന്തി വല പിടിച്ച് ഉറുമ്പ് കൂട് വച്ചിരിക്കുകയാ. തുറന്നു നോക്കാറുണ്ടോ? അള്ളാഹുവിന്റെ ഖുർആൻ. ഇന്നത്തെ ദിവസം ഖുർആൻ തൊട്ടവര് കൈപൊക്കിക്കേ. ഇന്ന് സൂറത്തുൽ കഹ്ഫ് ഓതേണ്ട ദിവസം. നോക്ക്, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതേണ്ട ദിവസം. ഖുർആൻ തൊട്ടവർ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് വെച്ചിട്ട് ആ ഖുർആൻ ഓതാതെ വന്നാൽ ആ ഖുർആൻ കരയും. ആ ഖുർആനിന്റെ കണ്ണുനീര് വീണ നീ ഭയക്കണം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇനി പറ, നിന്റെ വീട്ടിലിരുന്ന് ഖുർആൻ കരഞ്ഞ ആ വീട് കത്താതിരുന്നതിന് അൽഹംദുലില്ലാഹ് പറ. വീടിന്റെ അകത്തിരുന്ന പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ തേങ്ങുകയാ. അല്ലാ, എന്നെ ഒന്ന് തുറന്നുപോലും ഇവൻ നോക്കുന്നില്ലല്ലോ അല്ലാ. പണ്ടുള്ളവര് നിങ്ങൾ ചിന്തിക്കടോ, നമ്മളെ പോലെ കൊട്ടാരം ഉണ്ടോ? പണ്ട് പടച്ചവനെ കഞ്ഞിയും പയറുമായിരുന്നു, പക്ഷെ ബറക്കത്തുണ്ടായിരുന്നു. AC റൂമുണ്ടോ? ഒരൊറ്റ ഹാള്, പാ വിരിച്ചിട്ട് നിരന്നങ്ങോട്ട് കിടക്കും. എന്തൊരു സുഖമായിരുന്നടോ.
പിരിവെടുത്തിട്ടാ മക്കളെ കെട്ടിച്ച് അല്ല, അന്നൊരു ബറക്കത്തുണ്ടായിരുന്നു. കാരണം മഗ്രിബ് കഴിഞ്ഞാൽ മഗ്രിബിന്റെ തൊട്ടു മുമ്പ് വാപ്പയും മക്കളും ഒതുവെടുത്തിരുന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് ദിക്ർ പറയും. മഗ്രിബ് നിസ്കരിക്കും, സുന്നത്ത് നിസ്കരിക്കും, വാക്കിയ ഓതും, സജദ ഓതും, മുൽക്കോതും, റഹ്മാനോതും, യാസീനോതും, വാപ്പ ദുആ ചെയ്യും, ഭാര്യയും മക്കളും ആമീൻ പറയും. അന്നൊരു വീടായിരുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് ഉമ്മ സീരിയല് കാണും, മോള് മൊബൈല്, മോനപ്പുറത്തിരുന്ന് ഗെയിം കളി. ഇത് ഖുർആൻ കണ്ണുനീര്, ഖുർആൻ കരയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെ നിങ്ങൾ രക്ഷപ്പെടും? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നിങ്ങളുടെ വീടിന്റെ പ്രശ്നം എന്താ? ഖുർആൻ തുറന്നു നോക്കിക്കോ. എല്ലാ ദിവസവും തുറക്കണം. ഒരായത്തെങ്കിലും ഒരു സൂറത്തെങ്കിലും നിങ്ങൾ ഓതണം. ഒന്ന് തൊടുക ചെയ്യണം. അതിന്റെ മുകളിൽ പറ്റിയിരിക്കുന്ന പൊടിയെങ്കിലും ഒന്ന് തുടയ്ക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോൾ അള്ളാഹു തരുന്ന ദുനിയാവ് നിന്നെ ഇടുക്കമാക്കുകയാ. ഈ ദുനിയാവിൽ അള്ളാഹു ഞെരുക്കമാക്കുകയാണ്. സമാധാനമില്ല, സന്തോഷമില്ല, കിട്ടിയാ തികയുന്നില്ല. പ്രശ്നവും പ്രയാസവും ദുരിതവും രോഗവും ദുഃഖവും എല്ലാം നിന്റെ ജീവിതത്തിൽ അള്ളാഹു നിനക്കൊന്നിനു പുറകെ ഒന്നൊന്നായി തരികയാണ്. അതുമാത്രമല്ല, പരലോകവും അല്ലാഹു ഇടുക്കമാക്കുകയാ. നിന്റെ ദുനിയാവും പോകും. ഖസറത് ദുനിയാ വല്ലാഖിറ. നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും നഷ്ടപ്പെടുകയാ. രണ്ടും പരാജയപ്പെടുമല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻകാ വനഹ്സുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. കാടാമ്പുഴ പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് നീ ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് നീയൊക്കെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ചിലരുടെ കണ്ണ് കാണുന്നില്ല. അന്ധനെ പോലെ വരികയാ. അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. കണ്ണ് കാണാതെ തപ്പിത്തടഞ്ഞു വരുന്നവന് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുൻതു ബസീറാ. എന്റെ കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നല്ലോ റബ്ബേ, ദുനിയാവിൽ എനിക്ക് കാഴ്ചയുണ്ടായിരുന്നല്ലോ റബ്ബേ, ചെവി കേൾക്കുമായിരുന്നല്ലോ റബ്ബേ, ഇന്നെനിക്ക് കണ്ണ് കാണുന്നില്ലല്ലോ, എന്റെ ചെവി കേൾക്കുന്നില്ലല്ലോ. ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുൻതു ബസീറാ. അല്ലാഹു പറയുകയാണ്, ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. എടാ, ഖുർആനിന്റെ ആയത്ത് ദുനിയാവിൽ വെച്ച് ഓതി തന്നപ്പോ നീ പൊട്ടനെ പോലെ കളിച്ചവനല്ലേ, നീ പൊട്ടവനെ പോലെ അഭിനയിച്ചവനല്ലേ, കാണാത്തവനെ പോലെ കേൾക്കാത്തവനെ പോലെ കേൾക്കാത്തവനെ പോലെ എത്ര പറഞ്ഞു തന്നിട്ടും നിനക്ക് തിരിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് മോനെ, ഇന്ന് നീ അങ്ങനെ ആയിരിക്കുകയാണ്. നിന്നെ ഇന്ന് അങ്ങനെ മാറ്റിയിരിക്കുകയാണ്. നാളെ പരലോകത്തും അവന് പരാജയപ്പെട്ടു പോവുകയാ. ദുനിയാവും പോയി, ആഖിറവും പോയി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോ അല്ലാഹു തരുന്ന അഞ്ചാമത്തെ ശിക്ഷ, അല്ലാഹു അവന്റെ ദുനിയാവും അവന്റെ ആഖിറവും അല്ലാഹു ഇടുക്കമാക്കി കളയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, കളിക്കല്ലേ, നിസാരമാക്കല്ലേ, പരിഗണി
പരിഗണിക്കണ്. അള്ളാന്റെ കലാമാണെന്നുള്ള ബോധം വേണം. അള്ളാഹുവിന്റെ ഖുർആനാണ്. ഒന്നുമില്ലാതെ തുടരുത്. കിബിലയുടെ നേരെ വിരുന്ന് വേണം ഓതാൻ. ഇടയ്ക്ക് സംസാരിക്കരുത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സദഖല്ല പറയാതെ സംസാരിക്കരുത്. അത് ബഹുമാനിക്കണം, അതിനെ ആദരിക്കണം, അതിന് മഹത്വം കൊടുക്കണം. ഇല്ലെങ്കിലോ ഖുർആന് നാളെ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവസരമുണ്ട്, നരകം വാങ്ങിത്തരാനും അവസരമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന് സ്വർഗത്തിൽ കൊണ്ടുപോകാനും അവസരമുണ്ട്, നരകത്തിൽ കൊണ്ടുപോകാനും അവസരമുണ്ട്. നീ സൂക്ഷിച്ചു കൊള്ളണം. ഒന്നുമില്ലാതെ തുടരുത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒന്നുമില്ലാതെ ഖുർആൻ തൊടാൻ പാടുണ്ടോ? ചില വീട്ടിൽ ചെന്നിട്ട് ചോദിക്കും, കാക്ക ഖുർആൻ എന്തേ? മോനെ ഇങ്ങെടുത്തോണ്ട് വാടാ. എനിക്കൊതുവില്ല, മോനെ എടുത്തോണ്ട് വാടാ. ഒതുവില്ലാതെ ആകട്ടെ. ആദരിക്കണം. കിബിലയുടെ നേരെ ഇരുന്നിട്ട് വേണം ഖുർആൻ ഓതാൻ. കിബിലയുടെ നേരെ ഇരുന്നിട്ട് വേണം ഖുർആൻ ഓതാൻ. ആ ഖുർആൻ ഇറങ്ങി ആദ്യത്തെ ആയത്തിറങ്ങ പോയ ഗുഹയ്ക്കകത്തിരുന്ന് നേരെ നോക്കിയാ കാണാം അള്ളാഹുവിന്റെ കഅബ. അള്ളാഹു പോയി കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പോയി കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ സംസാരിക്കാൻ പാടുണ്ടോ? അളിയ സുഖാണോ? അളിയ ഫോണിങ്ങ ഡാമിന ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. അള്ളാന്റെ ഖുർആൻ ഇത്ര നിസ്സാരമായി പോയി നമുക്ക്. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട 10:30 ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. കണ്ടോ, ടൈം ടു ടൈം എന്ന് പറഞ്ഞിട്ട് ടൗൺ ടു ടൗൺ എന്ന് വലിയ ബസ് ഓടൂല്ലേ? ടൈം ടു കറക്റ്റ് 10:30. എന്റെ വാക്ക് ഞാൻ പാലിക്കണം. വാക്ക് പറഞ്ഞിട്ട് പാലിക്കാത്തത് മുനാഫിക്കിന്റെ സ്വഭാവമാണ്. അള്ളാഹു ആദൻ നബിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് വാക്ക് ലംഘിച്ചതിന്റെ പേരില. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ 10:30 നിർത്താമെന്ന് പറഞ്ഞു. കറക്റ്റ് 10:30 ഇൻഷാ അല്ലാഹ്. നിങ്ങൾ പറഞ്ഞ ഒരു നന്മ ഞാൻ പറഞ്ഞു തരും, ഇല്ലെങ്കിൽ ദുആ ചെയ്യും. എന്ത് വേണം? ഒരു നന്മ. ഒരു 15 മിനിറ്റും കൂടി ഇരിക്കുവോ? ഇരിക്കുവോ? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ബക്കറ്റ് എടുത്തേപ്പാ, ബക്കറ്റ് ഇട. ഇൻഷാ അല്ലാഹ്. ഇതിനകത്ത് എന്തിട്ടാലും അസ്സദഖത്തു റദ്ദുൽ ബല. ബക്കറ്റിന്റെ അകത്തേക്ക് നിങ്ങൾ സദക്കയിട്. നിങ്ങൾക്കാണ് നേട്ടം, നമുക്കല്ല. സംഘാടകർക്ക് വല്ല നേട്ടമുണ്ടോ? അവർക്കല്ലടോ നേട്ടം, നിനക്ക് നേട്ടം. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയിന റസൂലുള്ളാഹി. അപകടങ്ങൾ, ദുരന്തങ്ങൾ, മാരക രോഗങ്ങൾ തട്ടിമാറ്റാൻ നീ കൊടുക്കുന്ന 10 രൂപയ്ക്ക് പറ്റും. അറിയാഞ്ഞിട്ടൊന്നുമല്ല. ബക്കറ്റുമായിട്ട് മുമ്പിൽ വരുമ്പോ പൊട്ടം കളിക്കുന്നവരുണ്ട്, തിരിഞ്ഞും മറിഞ്ഞും ഇരിക്കുന്നവരുണ്ട്, പുഞ്ചിരിക്കുന്നവരുണ്ട്, കണ്ട പരിചയം പോലും കാണിക്കാത്തവർ. എന്തടോ ഉപ്പാ, നിബിധങ്ങളല്ലേ പറഞ്ഞത് വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്? വയത് കഴിഞ്ഞ് പോകുന്ന വഴിയിൽ ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോ ചിലപ്പം പട്ടിയുടെ കോലത്തിലായിരിക്കും ദുരന്തം വരുന്നത്. വീട്ടിൽ ചെന്ന് ബാത്റൂമിലേക്ക് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങുന്നതിന് വേണ്ടി തയ്യാറെടുത്തു ബാത്റൂമിൽ കയറുമ്പോഴാ കാല് തെറ്റിയിട്ടൊന്ന് താഴെ വീഴുന്നത്. പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു, സർജറി ചെയ്യണം, ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ട്, സീരിയസ് ആണ്, 24 മണിക്കൂർ കഴിയാതൊന്നും പറയാൻ പറ്റൂല. പിറ്റേന്ന് നാളെ രാവിലെ സുബഹിക്ക് പള്ളിയിൽ വന്ന് ഉസ്താദിന്റെ കയ്യിൽ സദക്ക കൊടുത്തിട്ട് പറയുന്നു, ഉസ്താദേ ഉപ്പ ഐസുവിലാ ദുആ ചെയ്യണം. അപ്പൊ നിനക്കറിയാം പൈസ കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. അപ്പൊ നിനക്കറിയാഞ്ഞിട്ടല്ല. ഗൾഫിൽ കിടക്കുന്ന ഭർത്താവിന്റെ ജോലി നഷ്ടപ്പെട്ടു പോകുന്നു, പടച്ചവനെ സദക്ക കൊടുത്തിട്ട് ദുആ ചെയ്യിപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം സദക്ക കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. എന്തിനാ മോനെ ബൈക്കിന്റെ മുമ്പിലേക്ക് പട്ടി ചാടുന്നത് വരെ കാത്തിരിക്കുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യണേ. ഖുർആൻ ഓതാതെ ഒരു ദിവസം പോലും നിങ്ങൾ കിടന്നുറങ്ങരുത്. അല്ലാഹുവിന്റെ ഖുർആൻ ഓതാതെ ഒരു ദിവസം പോലും ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉറങ്ങരുത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏതെങ്കിലും 114 സൂറത്തുണ്ട് ഖുർആനിൽ, ഏത് വേണമെങ്കിലും ഓതാം. സൂറത്തുൽ ബഖറ ഏറ്റവും വലിയ സൂറത്ത്, ഏറ്റവും ചെറിയ സൂറത്ത് സൂറത്തുൽ കൗസർ, ഏത് വേണമെങ്കിലും ഓതാം. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മ, സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്തുണ്ട്. ഏറ്റവും ചെറിയ ആയത്ത് ഉണ്ടല്ലോ, ഏത് വേണം ഇൻഷാ അല്ലാഹ് ഓദിക്കോ. എല്ലാ ദിവസവും ഖുർആൻ ഓതണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതൂല്ലേ? ഖുർആൻ കൈകൊണ്ട് തൊടുവോ? ഖുർആൻ കൈകൊണ്ട് തൊടുവോ?
ഇന്നു മുതൽ എല്ലാ ദിവസവും അള്ളാഹുവിന്റെ ഖുർആൻ ഒന്ന് കൈകൊണ്ട് തൊടണം, ഒരായത്തെങ്കിലും ഓതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? ഉറക്കെ പറ ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ പറ. അള്ളാഹുവെ, ഈ മജ്ലിസിലിരുന്നു കൊണ്ട് ആരാണോ ഉറക്ക ഇൻഷാ അല്ലാ പറയുന്നത്, മരിക്കുന്ന സമയം ഈ ഇൻഷാ അല്ലാ പറയുന്ന ശബ്ദത്തിൽ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഇനിയൊരു ഇൻഷാ അല്ലാ പറഞ്ഞേ. അപ്പൊ ഓതൂല്ലേ? ഏതായത്തോ, ഏത് സൂറത്ത് വേണ്ട ഒരായത്ത് ഞാൻ പറയാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് നിങ്ങൾ ആരെങ്കിലും പാരായണം ചെയ്താ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയ സ്വർഗം കിട്ടും ഇൻഷാ അല്ലാ. ഓതിക്കൂടെ? ചങ്ങായി, ഒരായത്തടാനിയ, ഒരായത്ത് ഓതിയ സ്വർഗം കിട്ടും ഇൻഷാ അല്ലാ. ഓതൂല്ലേ? ഓതൂന്ന് നിയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ലാ. ഒന്നുകൂടെ. അള്ളാഹുവേ, ആരെല്ലാം ഈ കൈ ഉയർത്തിയോ അള്ളാഹുവേ, ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാ. അള്ളാഹുവേ, ഈ കൈപൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നല്ല മരണം തരണേ അല്ലാ. പടച്ചവനെ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. പടച്ചവനെ, തൗബ ചെയ്ത് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ. ഖുർആനിന്റെ ശഫാഅത്ത് കിട്ടുന്ന വിഭാഗത്തിൽ പെടുത്തണേ റഹ്മാനെ. കൈവക്കാത്തവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. കൈവക്കാത്തവർക്ക് ഖുർആനിലെ ഒരായത്ത് ഓതാൻ മനസ്സില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അവനെ നന്നാക്കണേ തമ്പുരാനെ. നന്നാക്കണ്ടേ? ഇൻഷാ അല്ലാ. ഓതുവോ? ഒന്ന് കൈവക്കിക്കേ. നേരത്തെ പൊങ്ങാത്ത പല കൈ ഇപ്പൊ പൊങ്ങിയത്. ഏതായത്താ? ആയത്തുൽ കുർസി. ഏതായത്ത്? ഓദിക്കേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ولا يعوده حفظهما وهو العلي العظيم. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ ആയത്ത് ഓതാൻ അറിയില്ലേ? ഓതിക്കൂടെ? ഈ ആയത്ത് ഓതുന്നവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറ. നബി ഉമാമത്തൽ ബാഹിരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ സ്വഹാബി വര്യൻ അവിടെ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് പറയുകയാ, ഈ ആയത്ത് ഓതുന്നവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറ. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കണം മനുഷ്യ. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കാതെ പോകാൻ പറ്റുമോ? അപ്പൊ ഈ ആയത്ത് ഓതിയാൽ മരിക്കണം, സ്വർഗത്തിൽ പോണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെറുപ്പക്കാര് പറയും, ഇങ്ങാര് കൊള്ളാടാ, ഇനി നിസ്കരിക്കൊന്നും വേണ്ട, ഒറ്റ ആയത്തോതിയ സ്വർഗത്തിൽ പോകാമല്ലോ. ഇല്ലേ? നിന്നെ വിറ്റ കാശ് അള്ളാടുത്തുണ്ട് കേട്ടാ. ഇത് ഓതേണ്ടത് നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിലിരുന്ന. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എപ്പോഴാ ഓതണ്ടേ? നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരപ്പായിലിരുന്ന് പാരായണം ചെയ്യൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ നിർത്തുകയാ. പൊതുവിൽ എന്തെന്നറിയോ? ഇപ്പൊ പലരും ചിരിച്ചു. ഇപ്പം ചിരിക്കുന്നതിൽ ഒരു കാര്യമില്ലടോ. ഇപ്പോഴല്ല ചിരിക്കേണ്ടത്. ഇപ്പൊ ചിരിക്കാൻ പൈസ വല്ലതും വേണോ? ആർക്കും പറ്റും ചിരിക്കാൻ. പക്ഷെ ഇപ്പോഴല്ല ചിരിക്കേണ്ടത്. എപ്പോഴാ ചിരിക്കേണ്ടതെന്നറിയോ? ജീവിതത്തിൽ ഒരിക്കലേ ചിരിക്കാവൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എപ്പോഴാ? അന്തല്ലദീ വലദതു ഉമ്മുക ബാക്കിയാ والناس حولك يلحقون سرورا واجهد لنفسك أن تكون إذا بكوا في حال موتك لاحقا مسرورا
നമ്മുടെ ഉമ്മ എപ്പോഴും നമ്മളോട് പറയും, മരണവേദനയുടെ വേദനയും നൊന്താണ് നിന്നെ പ്രസവിച്ചതെന്ന്. അള്ളാഹു ആ പാപങ്ങൾക്ക് പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. നമുക്കറിയോ മരണവേദനയുടെ വേദന? സത്യത്തിൽ പ്രസവത്തിന് മരണവേദന ഒന്നും അല്ല. പ്രസവത്തിന് മരണവേദന ഉണ്ടോ? ഞാനൊരു ചങ്ങാതിയോട്, ചില പെണ്ണുങ്ങൾക്ക് പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു സുഖമാണ്. പ്രസവത്തിനൊരിക്കലും മരണവേദനയില്ല. മരണവേദനയുടെ ഒരംശം മാത്രമേ പ്രസവ വേദനയ്ക്കുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത്രയും വേദന സഹിച്ച് പ്രസവിച്ച ഉമ്മ തന്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് കണ്ട സമയം ഉമ്മ ചിരിക്കുകയായിരുന്നു. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് നടന്ന കുഞ്ഞിനെ കൊണ്ടുവന്ന് നേഴ്സ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് മോൻ, ഇതാണ് മോള്. ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ ഉമ്മ വല്ലാതെ ചിരിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിൽ വാപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കാൻ പറ്റാതെ നടക്കുകയാ, ടെൻഷനിലാ. അപ്പോഴാ നേഴ്സ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു, ഇതാണ് നിങ്ങളുടെ മകൻ. ഉപ്പയും ചിരിച്ചു. നമ്മളെ കാണുന്നവരെല്ലാരും ചിരിക്കുക. ആ ചോരക്കുഞ്ഞായി എന്നെയും നിങ്ങളെയും കാണുന്നവരൊക്കെ ചിരിച്ചു. എന്തിന്? സാക്ഷാൽ ഇബ്ലീസ് പോലും ചിരിച്ചു നമ്മളെ നോക്കിയിട്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ കരയുകയായിരുന്നു. നമ്മൾ ഓരോരുത്തരും കരഞ്ഞപ്പോ ശൈത്താൻ ചിരിച്ചു, ഉമ്മ ചിരിച്ചു, വാപ്പ ചിരിച്ചു, കുടുംബക്കാര് ചിരിച്ചു, കണ്ടവരെല്ലാവരും ചിരിച്ചു. നമ്മൾ നെഞ്ചു പൊട്ടി കരഞ്ഞപ്പോ, നമ്മൾ നെഞ്ചു പൊട്ടി കരയുന്ന സമയം എല്ലാവരും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. പ്രതികാരം ചെയ്യണം. കവി പറയുകയാ, പ്രതികാരം ചെയ്യണം. നീ ഉമ്മയെ തല്ലിയിട്ടല്ല, ഉപ്പാന വൃദ്ധസുദനത്തിലാക്കിയിട്ടല്ല, കൂടപ്പുറപ്പിനെ അടിച്ചിറക്കിയിട്ടല്ല. എടാ, നിനക്ക് വാശിയുണ്ടെങ്കിൽ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ പ്രതികാരം ചെയ്യ്. എങ്ങനെ പ്രതികാരം ചെയ്യണം? അന്തല്ലദീ വലദതു ഉമ്മുക ബാക്കിയ വന്നാസു ഹൗക യൽഹഖൂന സുറൂറാ واجهد لنفسك أن تكون إذا بكوا في حال موتك لاحقا مسرورا